സർവ്വനായരുടെയും ഗുണവും പിഴിഞ്ഞ് കുടിച്ച് ഇനിയും ബാക്കി അവനിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അതും കൂടെ മേടിച്ച് തിന്നാനായിട്ട് അച്ചിവിടാണോ അയാളുടെ ചങ്ങനാശ്ശേരി നായന്മാരെ കുറിച്ച് എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഒരാള് സ്വർഗം കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ ചെന്നപ്പോ അവിടെ ഈ മുസ്ലിങ്ങൾ മുഴുവൻ ചങ്ങലയിൽ ഇങ്ങനെ കെട്ടി 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 ഇങ്ങനെ ഇട്ടിട്ട് വലിയൊരു കുറ്റിയിലടിച്ചിരിക്കുക. ക്രിസ്ത്യാനികളെ ഇതുപോലെ ചങ്ങലയിൽ ഇങ്ങനെ കെട്ടി 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 ഇട്ടിട്ട് ഒരു കുറ്റിയിലടിച്ചിട്ടിരിക്കുക. അങ്ങനെ ഓരോ സമുദായങ്ങളെ ഇങ്ങനെ ചങ്ങല കെട്ടി 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 ഇടിച്ചിരിക്കുക. നായന്മാരെ മാത്രം ഒരു തെങ്ങും കുഴി വെറുതെ ഇട്ടിരിക്കുക. വെറുതെ ഇട്ടിരിക്കുക. അപ്പോൾ തന്നെ ഈ ചെന്ന ആള് മറ്റേ ദേവേന്ദ്രനോട് ചോദിച്ചു, ഇതൊരു മര്യാദകളായിപ്പോയി. കാര്യം ഇവന്മാര് നാട്ടിലും ഭയങ്കര ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് അധികാരങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പൊ ഇവരെ ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തിങ്ങനെ ഇട്ടിരിക്കുന്നത് മോശമായി പോയി എന്ന് പറഞ്ഞപ്പോ ദേവേന്ദ്രൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും ആനുകൂല്യം കൊടുത്തതൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തൻ ആ തെങ്ങെ കൂടെ വലിഞ്ഞു കയറി രക്ഷപ്പെടാൻ നോക്കിയാൽ മറ്റൊരു കാര്യം അവർക്ക് താഴെ ഇട്ടുള്ളത് എപ്പോ നോക്കിയാലും എണ്ണം കൃത്യമായി. അതുകൊണ്ട് ചങ്ങലയുടെ കുട്ടിയുടെ കാശ് കളയുന്ന മാത്രമാണ് അവരത്തേക്ക് കുഴിയുന്നത്. ഗണേശൻ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. നമ്മൾ പരസ്പരം കാല് വലിക്കാതെ ഇപ്പോ ഒരു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഈ ചങ്ങനാശ്ശേരി പോയാൽ പിന്നൊരുത്തിന് അങ്ങോട്ട് പോകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അതൊരു 3-4 വർഷം മുമ്പാണ്. ഞാൻ ചങ്ങനാശ്ശേരി ഒരു ആവശ്യത്തിന് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വണ്ടിയൊക്കെ കയറി. എനിക്ക് അവിടെ പോകും. അല്ല ചുമ്മാ ഞാൻ ശരി, ഞാൻ തിരുവല്ലയ്ക്കാണ് പോകുന്നത്. അപ്പൊ ഇദ്ദേഹം കയറി ചങ്ങനാശ്ശേരിയൊക്കെ അടുത്തായപ്പോ നമുക്കൊന്ന് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ കയറുന്നത്? എനിക്ക് ഒരു താല്പര്യമില്ലാത്ത സ്ഥലമാണത്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അല്ല എങ്കിലും ഒന്ന് ചുമ്മാ ഈ പുള്ളിക്ക് അവിടെ എന്നെ സഹായിക്കാനുണ്ട്. അങ്ങനെ ആ പുള്ളി എന്നെ ആനയായിട്ട് എന്റെ മുമ്പിലൊക്കെ പിടിച്ചു കൊണ്ട് ചെല്ലാമല്ലോ എന്ന്. അങ്ങനെ പുള്ളി അവിടെ ചെന്നു. ഉടനെ താഴത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ചിങ്കിഡീസ്. അപ്പൊ ഇവരെല്ലാരും പെട്ടെന്ന് എന്നെ കണ്ടുടനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാവരും വന്നു അവിടെ വട്ടത്തിലിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ കഴിഞ്ഞ് പറഞ്ഞു, ജനറൽ സെക്രട്ടറി അദ്ദേഹം മേലിലുണ്ട്, അനുഭവം കണ്ടിട്ട് പോകും, അദ്ദേഹത്തിന് വലിയ സന്തോഷമാവും. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരേ ആവശ്യമില്ല, എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഇദ്ദേഹം വന്നത് കൊണ്ട് ഞാൻ അപ്പൊ പിന്നെ അവൻ പറഞ്ഞതാ ഒന്ന് കണ്ടേക്കാം. അപ്പൊ ആ കാണുന്ന കൂട്ടത്തിൽ ഇവന്റെ കാര്യം അവതരിപ്പിക്കാം. ശരി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മനസ്സിലോടെ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നു. മേളിലൊരു കിങ്കരൻ മുറിയുടെ പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം ചേട്ടാ എന്നോട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു, ഏതാ സിനിമ എന്നൊക്കെ ചോദിച്ചു, വർത്താനമൊക്കെ പറഞ്ഞു. ഇവൻ നേരെ അകത്തേക്ക് പോയി. ഒരു ക്ലീനിങ് അടിച്ചപ്പോഴത്തേക്ക് ഇവൻ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയി കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഈ കിങ്കരൻ വന്നത്. കിങ്കരൻ വന്നിച്ച് പറഞ്ഞു, അദ്ദേഹം ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും വന്നതല്ലേ, ഇനി അവന്റെ എന്തെങ്കിലും കാര്യം നടന്നോട്ടെ. ഞാനും പുറത്തിരുന്നു. ഊണ് ഒരു 3/4 മണിക്കൂർ എടുത്തൊരു ഊണും ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ കിങ്കരൻ വന്ന് പറയുന്നു, ഇനി അദ്ദേഹം ഉറങ്ങാൻ പോവുകയാണ്, 5 മണിക്ക് ശേഷം കാണാൻ പറ്റുള്ളൂ. ആ സമുദായ അംഗമായിട്ടുള്ള ഒരു നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനായ അനൂപ് ചന്ദ്രനെ പോലത്തെ ഒരു മനുഷ്യൻ അവിടെ ചെല്ലുമ്പോ അതിന്റെ നേതാവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയാണല്ലോ പെരുമാറിയത് എന്നോർത്ത് ഞാൻ ഡോറ് തുറന്നു വെച്ച് നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, ഞാൻ വേറൊരു വഴിക്ക് പോയതാണ്. എന്റെ ഗതികേട് കൊണ്ട് ഇങ്ങനെ വരേണ്ടി വന്നു. ചില കൊള്ളാത്ത കാര്യം, ചില കൊള്ളാത്ത സാഹചര്യത്തൊക്കെ നമ്മൾ ചെന്ന് പെടുവല്ലോ. അങ്ങനെ വന്നതാണെന്ന് പറയണമെന്ന് അതിനുണ്ടായിരുന്നു, മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ചേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം വന്നു. അപ്പോ അതെ, അപ്പൊ ഞാൻ അതും കഴിഞ്ഞ് സുരേഷ് ഗോപി ചേട്ടനെ ഇറക്കി വിട്ടു. അത് ഭയങ്കര വിവാദമായി. അതിന്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്മ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടക്കുന്നു. സിനിമാ നടന്മാരോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും ഈ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വളരെ ഭവ്യമായിട്ടൊക്കെ കയറിപ്പോകുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. കിട്ടിയ നല്ല അവസരം. ഞാൻ അപ്പൊ തന്നെ എടുത്ത് പറഞ്ഞു, സർവ്വനായരുടെയും ഗുണവും പിഴിഞ്ഞ് കുടിച്ച് ഇനിയും ബാക്കി അവനിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അതും കൂടെ മേടിച്ച് തിന്നാനായിട്ട് അച്ചിവിടാണോ അയാളുടെ ചങ്ങനാശ്ശേരി എന്നൊരു ചോദ്യം ഞാൻ അവിടെ വെച്ച് ചോദിച്ചു. പിറ്റേ ദിവസം മുതൽ നാട് മുഴുവനുള്ള നായന്മാരുടെ ഊമക്കത്തുകൾ എനിക്ക് വരികയാണ്. അഡ്രസ് ഇല്ല. അയ്യോ ഇയാൾ അവിടുത്തെ കോളേജ് വിറ്റു, ഇവിടെ കൊണ്ടുവരുന്ന 12 ഏക്കർ സ്ഥലം വിറ്റു. അയ്യോ അവിടെ ഉണ്ടായിരുന്ന ഒരു മണ്ണ് ഞാൻ ചേർത്തല NS കോളേജിലാണ് പഠിച്ചത്. NS കോളേജിലെ മുഴുവൻ മണൽക്കൂനകളായിരുന്നു, മൊത്തം വിറ്റു.
ഇപ്പൊ അവിടെ ഏണ്ട് 1400 പിള്ളേര് പഠിച്ചുകൊണ്ടിരുന്നിടത്ത് കഴിഞ്ഞ വർഷത്തെ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ 230 പേരേ ഉള്ളൂ. വലിയ താമസമില്ലാതെ അതും കൂട്ടും. അങ്ങനെ പൂട്ടി 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 ഓരോന്ന് വരികയാണ്. ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ വിവാഹം വരുന്നത്. അപ്പൊ ഞാൻ ചെന്നൊരു പെൺകുട്ടിയെ കണ്ടു. ഒരു കർഷകയാണ്. അത് അത്യാവശ്യം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസമുണ്ട്, PG ഒക്കെ വിദ്യാഭ്യാസമുണ്ട്. അപ്പൊ ഇതിനെ കൂടെ ബഹുമാനിക്കുന്ന ഒരാളായി നിന്ന മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം, കെട്ടിയേക്കാം എന്നുള്ളൊരു ആലോചന വന്നപ്പോഴത്തേക്കാണ് എന്റെ ഏട്ടൻ പറഞ്ഞു, ഡാ ഇവളുടെ അച്ഛൻ ഇവിടുത്തെ NSSന്റെ ഒരു കരയോഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ കരയോഗം സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കല്യാണം അലസിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. ആവക്കോട്ടെ NSS കരയോഗത്തിന് ഞങ്ങളുടെ 786 ശാഖയിൽ കൊണ്ടൊരു കരയോഗത്തിൽ കൊണ്ടുവന്നൊരു അപേക്ഷ കൊടുത്തു. ഉടനെ ഞങ്ങളുടെ കരയോഗക്കാർ നേരെ കേന്ദ്രത്തിൽ തമ്പുരാനെ വിളിച്ചു. ഇങ്ങനെ അനൂപേന്ദ്രന്റെ കല്യാണമാണ്, നമുക്കിങ്ങനെ നമ്മൾ ഈ ഒരു അപേക്ഷ ചേട്ടൻ കൊണ്ട് തന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി എന്നെ ഭയങ്കരമായി ചിരിപ്പിച്ചു. അവന് പറ്റുമെങ്കിൽ ഒരു പെണ്ണിനെ കൂടെ കെട്ടിക്കൊടുക്കാൻ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അവനെ ഒരെണ്ണത്തിനെ കൂടെ കെട്ടിച്ചു കൊടുക്കും, അതോടുകൂടെ അവന് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഞാൻ പണ്ട് SFI രംഗത്ത് സജീവമായിരിക്കുന്ന സമയത്ത് പന്തളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന്റെ സഹോദരിക്കൊരു അഡ്മിഷൻ വേണം. അങ്ങനെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പന്തളത്ത് ശിവൻകുട്ടി എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെ, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കരയോഗത്തിൽ ചെന്ന് ഒരു കത്തുമൊക്കെ മേടിച്ച് പന്തള NS കോളേജ്. അപ്പൊ മറ്റേ കടമ്പനിട്ട സാറുമായിട്ട് ഞാൻ നല്ല സൗഹൃദമായിരുന്നുകൊണ്ട് ഞാൻ മിക്കവാറും സാറിനെ കാണാൻ കോളേജിൽ പോയിരുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ആ വശങ്ങളെല്ലാം നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് അവനെയും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒരു കത്തുമൊക്കെ മേടിച്ച് നേരെ ചങ്ങനാശ്ശേരി ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പോയിരുന്നില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി ഞാൻ ദൂരെ നിന്ന് ആക്ഷൻ മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ അവിടെ നിന്ന് ഒരു കാറിന്റെ സൈഡിലേക്ക് നിൽക്കുക, ചെന്ന് പുലഭ്യമാണ് അവനെ പറയുന്നത്. ശിവൻകുട്ടി, അവനാരാ? ശവൻകുട്ടി. ഏത് ശിവൻ? ഒരു മോക്ഷം ചീത്ത പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. കരയോഗാംഗമാണ്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വളരെ പ്രിയങ്കരനെ വേറൊരു സുഹൃത്ത് ഒരു പയ്യൻ വന്നു. അവനോട് KSUവിന്റെ വലിയ നേതാവാണ്. അല്ലെങ്കിൽ അഡ്മിഷൻ വേണം. ഞാൻ പറഞ്ഞു വേണം, അത്യാവശ്യമാണ്, ആ പെൺകുട്ടിക്ക് മേടിച്ചു കൊടുക്കും. എങ്കിൽ ഒരാളുടെ ഒരു കത്ത് വേണം, കത്തൊന്നും വേണ്ട, നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു പുള്ളി മേടിച്ചിരുന്നു പറഞ്ഞു. EJ കുര്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഞങ്ങൾ എന്നും ആ പുള്ളി അവിടെ നിന്നുകൊണ്ട് നേരെ ഈ പന്തളം NS കോളേജിലെ പ്രിൻസിപ്പലിനെ നേരിട്ട് ഒറ്റ വിളിയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കും കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോ പുല്ല് പോലെ അഡ്മിഷൻ തന്നു. റോൾ നമ്പർ വരെ എനിക്ക് ആ പെൺകുട്ടിയുടെ അറിയാം. പുല്ല് പോലെ അഡ്മിഷൻ തന്നു. പട്ടിയുടെ വില പോലും വയ്ക്കാത്ത രീതിയിൽ അഡ്മിഷൻ തന്നു. ഒരു സമുദായത്തെ ഈ രീതിയിൽ നികൃഷ്ടമായ ഒന്ന് ആലോചിച്ച് നോക്കുക. ജയിലിൽ കിടക്കുന്ന നായന്മാരുടെ എണ്ണ എടുത്ത് നോക്കുക. സുകുമാരൻ നായർ അധികാരമേറ്റതിന് ശേഷം എത്ര നായന്മാർ ജയിലിൽ കിടക്കുന്നു? അതിനു മുമ്പ് എത്ര പേരുണ്ടായിരുന്നു? സാംസ്കാരിക നായകന്മാരെന്നുള്ള വാക്ക് പിന്നെ ലോപിച്ച് ഞങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചിലർ പറയും സാംസ്കാരിക നായന്മാർ എന്ന് പറയുന്ന പോലെ. സാംസ്കാരിക നായന്മാരിൽ നിന്ന് ഒരു നേരത്തെ ഉപ്പിനും മുളകിനും ഒക്കെ വേണ്ടി പിടിച്ചു പറിക്കുന്ന നായന്മാരിലേക്ക് നായർ സമുദായം ഇത്രയും അധപ്പതിച്ചത് ഈ മനുഷ്യന്റെ കാലത്തല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഊമക്കത്ത് പോലെ ഒരു കോള്, ബ്രിഗേഡിയറിന്റെ ഒരു ഫോൺ കോൾ എനിക്ക് വരുന്നത്. അനുവേ ഞാനിങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു ചെയ്തോളാം, ഞാനുണ്ടാവും, ഞാൻ വരാം. അദ്ദേഹം മാത്രം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഇത് ഗണേശൻ പറഞ്ഞല്ലോ, ഇതൊരു പോരാട്ടമാണ്. ഒരു സമുദായം, അന്തസ്സായ ഒരു സമുദായം, അന്തസ്സായിട്ട് ജീവിക്കേണ്ട ഒരു സമുദായം, അന്തസ്സായിട്ട് നാടറിഞ്ഞ് ജീവിക്കേണ്ട ഒരു സമുദായം, ഇത്രയും നമ്മുടെ ഈ കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ ഇത്രയും നിലനിർത്തിയ ഒരു സമുദായം വേറെ ഏതാണുള്ളത്? എടുത്തു പറയാൻ ഏത് സമുദായമാണ്? അത്രമേൽ അറിവും പാണ്ഡിത്യവും സാമൂഹിക സാഹോദര്യവും ഒക്കെയുള്ള ഒരു സമുദായം. ഈ സമുദായത്തെ ഇങ്ങനെ അധപ്പതിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് മാത്രം നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം എന്താ പറയാ, നമ്മുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മാക്സിം ഗോർക്കിയുടെ റഷ്യൻ വിപ്ലവത്തിന് മാക്സിം ഗോർക്കി അമ്മ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതുപോലെ ഈ NSSന്റെ ഒരു നവീകരണത്തിനുള്ള ഒരു പോരാട്ടത്തിനുള്ള നമ്മളുടെ ഒരു പ്രൊപ്പഗാൻഡയായിട്ട് ഈ പുസ്തകം മാറണം. ഇത് നമ്മുടെ ഒരു വിളംബരമായി മാറണം എന്ന് മാത്രം നിങ്ങൾ ഓരോരുത്തരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നായർ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിന്റെ മാനവികത തിരിച്ചു പിടിക്കാൻ നമുക്കൊരു കാരണമാവണം. കാര്യം ഞാനിത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം NSSന്റെ ഒരു വീഴ്ച തുടങ്ങുന്നത്
കിടങ്ങൂർ അദ്ദേഹം സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായി പോയപ്പോൾ മുതലാണ് ഇതിന്റെ ഒരു പതനം ആരംഭിക്കുന്നത്. അതിന്റെ പിന്നിൽ ചില ദുഷ്ട ചിന്തകൾ വേറെയും ചില ആൾക്കാരുടെ വശത്തു നിന്നുണ്ടായിരുന്നു. അന്ന് NSന്റെ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ശിവശങ്കർ പണിക്കർ എന്ന് പറയുന്നത് എന്റെ അപ്പൂപ്പന്റെ അനിയനാണ്. ഏതെങ്കിലും ഒരു ബുദ്ധിമോശത്തിലായിരിക്കാം ഒരുപക്ഷെ അന്ന് അവരൊക്കെ അങ്ങനെ ആ സ്ഥാനങ്ങൾ ഇത്രയും പരിപാവനമായിട്ട് സ്ഥാനങ്ങൾ ഒരു അഡ്വക്കേറ്റ് ജനറലായിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ടോ ഒക്കെ പോകാനുള്ള ഒരു ബുദ്ധിമോശം അവർക്ക് എന്തുകൊണ്ട് തോന്നി എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ ഒരു നല്ല വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട, മോനെ നീ കൊടുന്നു പോ എന്ന് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാനും കൂടെ ഈ ഒരു സമരത്തിൽ പങ്കാളിയാകാൻ വന്നത്. ഇത് ഗൗരവമായി ആലോചിക്കാനാണ്, ഇവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഇതിനൊരു കമ്മിറ്റി ഉണ്ടാവണം, ആ കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കണം. വൈക്കം മുതൽ ചങ്ങനാശ്ശേരി വരെ ഗണേശൻ പറഞ്ഞ പോലെ ഒരു പുഷ്പാർച്ചനയുമായി പോകണം. ആ പറ്റുമെങ്കിലും റീത്തും കൂടെ നമ്മൾ സംഘടിപ്പിച്ചോളൂ. അതുമായി പോയി അവിടെ കൊണ്ട് വെച്ച് പുഷ്പം ആചാര്യന്റെ കൽപ്പാദത്തിലിട്ട് റീത്ത് അദ്ദേഹത്തിന് നെഞ്ചത്തും വെച്ചിട്ട് നമുക്ക് സന്തോഷമായി ഒരു പുതിയൊരു തലമുറയ്ക്ക് ഒരു മുന്നോട്ടുള്ള ഒരു പോക്കിന് ഒരാക്കം കൂട്ടണം എന്ന് മാത്രം നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സമുദായത്തിന്റെ വസ്തുവകൾ വിറ്റഴിക്കാതെ ഒരു കുടുംബം ഒറ്റയ്ക്ക് തിന്നുന്ന ഒരു കൂട്ടുകൃഷി അതില് പാറ്റയാകണ്ട, ഏറ്റവും നല്ല ഇലചുരുട്ടി പുഴുവോ നങ്ങിയൊക്കെ നമുക്ക് എല്ലാവർക്കും മാറിക്കൊണ്ട് ആ കൂട്ടുകൃഷി സമ്പ്രദായത്തെ തകർത്തെടുത്ത് നമുക്ക് ഈ സമുദായത്തെ ഒന്ന് പുനർജീവിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ധൈര്യശാലികളായ നല്ല നായന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പുസ്തകം ഇന്ന് ഈ കാർമ യാത്രയിൽ ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാനിത് വായിച്ചിരിക്കും. ഞാനിത് ഉറപ്പായും ഉടനെ തന്നെ എന്റെ അഭിപ്രായം അദ്ദേഹത്തെ വിളിച്ചറിയിക്കും. ഈ പുസ്തകം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, കരയോഗ അംഗങ്ങളിലേക്ക് എത്തിക്കുക, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.